അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. സാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ. അല്ലാതെ അങ്ങോട്ട് പടച്ചവനെ നല്ല സ്വരമുള്ള കുട്ടിയെ പട്ടുറുമാലിലേക്ക് ഞാൻ അങ്ങോട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ നേർന്നേക്കാം അല്ലാ, പോയി അലസി പോകുന്നത്. കാരണം നിന്നെങ്കിലും നന്നാക്കാൻ വേണ്ടി കുഞ്ഞിനെ വഴികെടുത്താൻ അല്ലാഹ് ആഗ്രഹിക്കത്തില്ല. എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് തലയിൽ തട്ടവിട്ടെന്ന സഹോദരിമാരെ ആടിപ്പാടുന്നത് മുസ്ലിം പെണ്ണ്. ഹയാ പോയില്ലേ മോളെ, ഈമാൻ നഷ്ടപ്പെട്ടില്ലേ മോളെ. അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ട തല അവിടുത്തെ ജഡ്ജത്തിന്റെ മുന്നിൽ കുനിക്കുന്ന പെണ്ണേ, നീ കുഫറല്ലേ വിലക്ക് വാങ്ങുന്നത് പെണ്ണേ. ഇവളെയൊക്കെ പള്ളിയിൽ കൊണ്ട് അടക്കല് തന്നെ തെറ്റ്. അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ടതിന് പകരം ഓ എടി പെണ്ണ് അടിപൊളിയായിരുന്നു, താങ്ക്സ് സർ, താങ്ക്സ് സർ, മശായിഖന്മാരുടെ മുന്നിൽ പോലും മുതുകു കുനിക്കല് മക്രൂഹാണെന്ന് ഇമാം നവവി തങ്ങൾ പറയുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ മൂത്രം ഒഴിച്ചാ കഴുകാത്തവന്റെ മുന്നിലല്ലേ തലയിൽ തട്ടവിട്ട പെണ്ണ് പോയി കുനിഞ്ഞു കൊടുക്കുന്നത്? പോയ ഇസ്ലാമിന് പുറത്ത്. വാപ്പമാർക്ക് സന്തോഷം, ഉമ്മമാർക്ക് സന്തോഷം. കുനിയട്ടെ, അവള് കുനിയട്ടെ. 25 ലക്ഷത്തിന്റെ ഒരു വീട് കിട്ടൂലേ? 25 ലക്ഷം ഇവിടെ കിട്ടും. കബറിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോ നല്ല പുഴുക്കളും പാമ്പുകളും കൂടെ ഉള്ള വീടായിരിക്കും അള്ളാഹ് കൊണ്ടുതരിക. ഇങ്ങനെ വരും. അപ്പൊ ഈ ഒപ്പിട്ടവനും കാണൂല, ഈ വീടിന്റെ താക്കോൽ കൊടുത്തവനും കാണൂല, ഇങ്ങോട്ട് പാട്ടുപാടാൻ പ്രേരിപ്പിച്ചവളും കാണൂല, വാപ്പായും കാണില്ല, ഉമ്മായും കാണില്ല. അപ്പുറത്തൊന്നും കൊത്ത് ഇപ്പുറത്തൊന്നും കൊത്ത്, ചുറ്റല്, കണ്ണി കൊത്തല്, ശരീരത്തിൽ കൊത്തല്, പാമ്പ് വരല്, തേള് വരല്, പഴുതാര വരല്, നിലവിളിയോടെ നിലവിളി. യാ വൈലത്താ യാ ഹസ്രത്താ, ഒന്ന് എന്നെ കൊണ്ട് തിരിച്ചുവിടണേ, ഞാൻ എന്തോളം ചെയ്തോളാം, അറിവില്ലാതെ ചെയ്തു പോയേ, ഇങ്ങനെ കൊണ്ടെന്ന് അറിയില്ലായിരുന്നു, ഇപ്പോഴത് മനസ്സിലായത്, അല്ലോ ഒന്ന് മടക്കി വിടണേ, മടക്കി വിടണേ. ഒരു മനുഷ്യൻ പോലും കേൾക്കൂല. അതുകൊണ്ട് അള്ളാഹു ഇവരൊക്കെ ശിക്ഷിക്കാൻ പറ്റുന്ന മലക്കുകൾക്ക് കണ്ണിന് കാഴ്ച എടുത്തു കളയും, ചെവിയുടെ കേൾവി ശക്തി എടുത്തു കളയും. എന്താ പറയോ, കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ ഇവളുടെ നിലവിളി കേട്ടിട്ട് മലക്കൾക്ക് ഒരു ദയ തോന്നും. മലക്കുകൾക്ക് ദയ തോന്നിയിട്ട് ആ മലക്കുകൾ ആ ശിക്ഷയിൽ നിന്ന് പുറകോട്ട് മാറും. അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച അള്ളാഹ് എടുത്തു കളഞ്ഞു. ചെവിയുടെ കേൾവിയോ, ഇവളുടെ നിലവിളി കേൾക്കുമ്പോ ഓ ഇത് ഭയങ്കര അടിയായിരിക്കും ഞാൻ അടിക്കുന്നത്, ഭയങ്കര ശിക്ഷയായിരിക്കുമല്ലോ, പാവം. യാ വൈലത്താ യാ ഹസ്രത്താ, പാട്ടിന്റെ ഈണവും ട്യൂണും അനുസരിച്ച്, അവിടുത്തെ ചാട്ടവും നൃത്തവും അനുസരിച്ച് നിന്റെ നിലവിളി ഭയങ്കരമായിരിക്കും. ആ ശ്മശാനത്തിൽ മക്ബറയുടെ പരിസരത്തെങ്ങാനും ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ മൃഗം പോലും നിന്റെ നിലവിളി കേട്ടിട്ട് ഓടുമെന്ന് പ്രവാചകം പഠിപ്പിച്ചുവെങ്കിൽ മറ്റാർക്കും അത് കേൾക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം നൽകിയാൽ ഒരു പട്ടുറുമാലും ഉണ്ടാവൂല, ഒരു റിയാലിറ്റി ഷോ ഉണ്ടാവൂല, ഒരു താത്താമാരും ആടാനും പാടാനും അവസ്ഥയും പറുതയും ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിരിക്കൂല. അത് പറഞ്ഞു വരുമ്പോ കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്തൊരു ചാട്ടം, എന്തൊരു കുനിയക്കം. മുസ്ലിം പെണ്ണ് തന്റേടി. അയ്യേ കാണാവില്ല, ഇവിടെയൊക്കെ ഇപ്പൊ ആരാ കെട്ടുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അതുകൊണ്ട് സ്വാലിഹായ മക്കൾക്ക് കൊണ്ട് ദുആ ചെയ്യ് മക്കളെ, സ്വാലിഹായ മക്കൾക്ക് കൊണ്ട് ദുആ ചെയ്യ്. വയറ്റിൽ കൈവച്ചിട്ട് നീ ദുആ ചെയ്യ്, അള്ളാഹുവേ നീ സ്വാലിഹായ സന്താനത്തെ താ അല്ലാഹ്. ചിലര് പെമ്മക്കൾക്ക് വേണ്ടി പെമ്മക്കളെ പെമ്മക്കള് അതിങ്ങോട്ട് വരുമ്പോഴേ ഇങ്ങനെ നോക്കും. ലേബർ റൂമിനകത്തോട്ട് കയറ്റിയ പെണ്ണും പിള്ള ഇങ്ങനെ പ്രസവിച്ച് വരുന്നത് ഇവൻ കണ്ണാടിക്കകത്തൂടെ ഇങ്ങനെ നോക്കും, ആണോ പെണ്ണാണോ ഇങ്ങനെ വരുന്നതെന്ന്. പെണ്ണാന്ന് കണ്ട ഇവന്റെ മുഖം അപ്പോഴേ അങ്ങോട്ട് കറുക്കും. ഈ മുഖം കറുക്കുന്നത് ആരാ? മക്ക കുഫാറുകളുടെ മുഖമല്ലേ കറുക്കുക? നിന്റെയും നിന്റെ ഭാര്യയുടെയും ശാരീരിക ബന്ധത്തിലൂടെ അള്ളാഹു നിനക്ക് നൽകിയത് ഒരു പെണ്ണായി പോയെങ്കിൽ ആ പെണ്ണിനോട് നീ വെറുപ്പ് കാട്ടല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കേട്ടോ. 1-2 ഹദീസ് മാത്രം പറഞ്ഞുകൊള്ളാൻ സമയമില്ല. ലാ തഖറഹുൽ ബനാത് ഫഇന്നഹുന്ന മൂനിസാത്തുൽ ഗാലിബാത്. നിങ്ങളാരും നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ. കുഞ്ഞുമക്കളായ പെൺകുട്ടികൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹ ആദരവോടെ ഇഴുകിച്ചേരുന്നവരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനുഷ്യരെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ എന്ന് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പെണ്ണിനോട് വെറുപ്പ് കാണിക്കുന്നവൻ പ്രവാചകനോട് വെറുപ്പ് കാണിച്ചവനാണ്. പ്രവാചകൻ പറഞ്ഞു, മൻകാനത്ത് ലഹു ഉൻഫ, ആർക്കെങ്കിലും പെൺമക്കളുണ്ടായിട്ട് ഫലം യഹ്ദിഹ, ആ പെണ്ണിനെ അവൻ കുഴിച്ചു മൂടിയില്ല, ഫലം യുഹിൻഹ, ആ പെണ്ണിനെ അവൻ നിന്ദിച്ചില്ല, ഫലം യൂസിർ വലദഹു അലൈഹ, ആ വീട്ടിലുള്ള ആൺകുട്ടിക്ക് പെണ്ണിനേക്കാൾ സ്ഥാനവും നൽകാതെയും ഇരുന്നാൽ അദ്ഖലഹുല്ലാഹു അൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? 3 പെണ്ണും ഒരാണും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം ആരോടായിരിക്കും? ആൺകുട്ടിയോടായിരിക്കും. 3 പെണ്ണും ഒരാണ്. കാരണം എന്താ? 3 പെണ്ണ് ചെലവ്, ഒരാണ് വരവ്. അപ്പൊ പ്രസവിച്ച ഉടനെ ചോദിക്കും നാട്ടുകാരെ, നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ എന്നറിഞ്ഞതിന്റെ അർത്ഥം എന്താ? പെണ്ണാണെങ്കിൽ വല്ലവർക്കും ഉള്ളതാണ്, ആണാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രസവിച്ചോണ്ട് നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ? അപ്പൊ പറയാ, അളിയാ വല്ലവർക്കും ഉള്ളതാണോ. പെണ്ണാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വെറുപ്പാ ആ പറച്ചിൽ തന്നെ, എന്ത് വിഡിത്തം, വല്ലവർക്കും ഉള്ളതാ പെണ്ണെന്ന് പറഞ്ഞാൽ ഇവന്റെ അല്ല വേറെ ഒരുത്തന്റെ ആണെന്ന് പറയും. നാട്ടു നടപ്പാണിത്. പെണ്ണിനോട് എന്താ ഇത്ര വെറുപ്പ്? ആരെങ്കിലും മൻകാനത്തിലഹോ സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഫഅദ്ദബഹുന്ന, നല്ല നിലയിൽ